Hello മക്കളെ, സോ വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട്. എല്ലാ കൂട്ടുകാർക്കും എഡ്യൂപോർട്ടിലോട്ട് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്ക് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മെറ്റൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് പോകുന്നുണ്ട്. അതിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ഉപകാരപ്പെടും, യൂട്ടിലൈസ് ആകും. നോക്കാം, മെറ്റൽസ് എന്നുള്ള ചാപ്റ്ററിലെ ലോഹങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ ലോഹങ്ങളുടെ രാസഗുണങ്ങൾ എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ. എന്താണ് ലോഹങ്ങളുടെ രാസഗുണങ്ങൾ? എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്? പ്രധാനമായിട്ടുള്ള ആദ്യത്തെ ആള് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് എയർ. അന്തരീക്ഷ വായുവുമായിട്ട് മെറ്റൽസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അതാണ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നത്. നോക്ക്, നമ്മൾ ഒരാളെ എടുത്തിട്ടുണ്ട്. ദിസ് ഈസ് സോഡിയം. എന്താണ്? ദിസ് ഈസ് സോഡിയം, അല്ലെങ്കിൽ എണ്ണ അല്ല കേട്ടോ, സോഡിയം Na. സോഡിയം ഒരു മെറ്റലാണ്. നമ്മൾക്കറിയാം ബാക്കിയുള്ള മെറ്റൽസ് ഒക്കെ നല്ല കാഠിന്യമുള്ള മെറ്റൽസ് ആകുന്ന ഇവിടെ സോഡിയം വ്യത്യസ്തമാവുകയാണ്. എന്താ? സോഡിയത്തെ നമുക്ക് കത്തി വെച്ച് അരിയാൻ സാധിക്കും. നമ്മുടെ പച്ചക്കറി അരിയുന്ന പോലെ, പഴങ്ങൾ അരിയുന്ന പോലെ കത്തി വെച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്ലൈസ് ആക്കി മാറ്റാൻ സാധിക്കും. അതാണ് സോഡിയത്തിന്റെ പ്രത്യേകത. ഇനി നോക്കാം, ഇവിടെ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. കട്ട് എ സ്മാൾ പീസ് ഓഫ് സോഡിയം വിത്ത് എ നൈഫ്. സോഡിയത്തിന്റെ എന്താണ് ഒരു ചെറിയ കഷ്ണം എടുക്കുക. എങ്ങനെയാണ്? കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാം അല്ലെ. ഇവിടെ നോക്കാം, ഒബ്സർവ് ദ മെറ്റാലിക് ലെസർ അല്ലെങ്കിൽ ലോഹദ്യുതി എന്ത് ചെയ്യാ, നിങ്ങൾ പരിശോധിച്ച് നോക്കാം. ആ മുറിക്കുന്ന സമയത്ത് നല്ല തിളക്കമായിരിക്കും. എന്താണ് ഓർത്ത് വെക്കുക? എന്താണ്? മുറിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തിളക്കമായിരിക്കും. അതിന് പറയുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ ഓർ ലോഹദ്യുതി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കേടാ മക്കളെ, കീപ് ഇറ്റ് എക്സ്പോസ് ടു എയർ ഫോർ സം ടൈം. കുറച്ച് സമയം വായുവുമായിട്ട് സമ്പർക്കത്തിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? മെറ്റാലിക് ലസ്റ്റർ ലോസസ്, അല്ലെങ്കിൽ എന്താണ്, ലോഹത്തിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നിസംശയം പറയാൻ സാധിക്കും. എന്താണ്? ഈ ഒരു ലോഹത്തിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലോഹം എടുത്തു, കൂടെയൊക്കെ പോകുന്നത് ലോഹം എടുത്തു, കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നല്ല തിളക്കം. ഇത് തിളക്കമായിട്ട് പറയണം കേട്ടോ. എന്താണ് തിളക്കം? ഓക്കെ, ഓർത്തേക്ക്. എന്താണ്? തിളക്കം അനുഭവപ്പെടുന്നു. സെറ്റായോ? അങ്ങനെ ഇത് കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വായുവുമായിട്ട് സമ്പർക്കത്തിൽ വെച്ചാൽ എന്ത് ചെയ്യുന്നു, അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകുന്നു. അയ്യോ അല്ലെ, അവസ്ഥ കഷ്ടപ്പെട്ടു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, അലൂമിനിയം, മറ്റൊരു മെറ്റലാണെന്ത്, അലൂമിനിയം. ഓർത്തേക്ക്. എന്താണ്? അലൂമിനിയം എടുക്കാണ്. അലൂമിനിയത്തിന്റെ കമ്പിയാണ് നമ്മൾ എടുത്തുള്ളത്. ഈ അലൂമിനിയത്തിന്റെ കമ്പി നമ്മൾ കുറച്ചു കാലം വായുവിന്റെ സമ്പർക്കത്തിൽ വെച്ചാൽ എന്ത് ചെയ്യുന്നു, അത് ഇതായി മാറും അല്ലെ. എന്താ സംഭവിച്ചത്? ഇതിന്റെയും മെറ്റാലിക് ലസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ്? ലോഹദ്യുതി. നല്ല പേരാട്ട്. എന്താണ്? ലോഹദ്യുതി നഷ്ടപ്പെട്ടു പോകുന്നു. ലോഹദ്യുതി കുറയുന്നു. ഈ തിളക്കം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. കാരണം ഇവിടെയുള്ള ഈ ഒരു സോഡിയം ആകട്ടെ, ഇവിടെയുള്ള ഈ ഒരു അലൂമിനിയം ആകട്ടെ, എന്ത് ചെയ്യുന്നു, ഇവര് ഓക്സിജൻ അല്ലെങ്കിൽ എന്താണ്, അറ്റ്മോസ്ഫിയറിലുള്ള വായുവുമായിട്ട്, എയറുമായിട്ട് എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു. ആസ് പാർട്ട് ഓഫ് ദാറ്റ് ദ മെറ്റാലിക് ലസ്റ്റർ ഡിക്രീസസ്, കുറയുന്നു. എന്താണ്? ഈ ഒരു മെറ്റൽസ് വായുവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, മെറ്റാലിക് ലസ്റ്റർ എന്ത് ചെയ്യുന്നു, കുറയുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇവിടെ ഓർത്തു വെക്കുന്നതാണ്, മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട്സ് വിത്ത് എയർ. മെറ്റൽ എന്ത് ചെയ്യുന്നു, എയറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. എന്താണ് നോക്കാം. ടേക്ക് ആൻ അലുമിനിയം വയർ ആൻഡ് റബ്ബ് ഇറ്റ് സർഫസ് വിത്ത് സാൻഡ് പേപ്പർ. എന്താണ് പറഞ്ഞത്? വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് ഗെറ്റ് ടാനിഷ്ഡ്. എന്താണ്? വൈ ഡസ് ഇറ്റ് ഹാപ്പൻ? ചോദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം, നമ്മൾ ഒരു അലുമിനിയത്തിന്റെ വയറെടുത്ത് അതിന്റെ ഉപരിതലത്തിൽ എന്ത് ചെയ്യുന്നു, മണൽ പേപ്പർ അല്ലെങ്കിൽ സാൻഡ് പേപ്പർ, നമ്മൾ ഉരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ ഇല്ലേ, അത് വെച്ച് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, റബ്ബ് ചെയ്തിട്ട്, അപ്പൊ അവിടെ എന്ത് ചെയ്യും, മെറ്റാലിക് ലസ്റ്റർ ഉണ്ടാവും, ലോഹദ്യുതിയൊക്കെ ഉണ്ടാവും. കുറച്ച് സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ
ആ ലോഹദ്യുതി എന്ത് ചെയ്യുന്നു? മങ്ങുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും, മെറ്റൽ ലൈക്ക് കോപ്പർ, മാഗ്നീഷ്യം എക്സെട്ര ആൾസോ റിയാക്ട് സിമിലർ വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ. എന്താണ് അവിടെ സംഭവിച്ചത്? മെറ്റൽ ഓർ ഇവിടെ ആരാണ്? അലൂമിനിയം റിയാക്റ്റഡ് വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ. എന്താണ് ഇവിടെ? അലൂമിനിയം എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലുള്ള എയറുമായിട്ട്, വായുവുമായിട്ട് എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഇവിടെ ആ ലോഹദ്യുതി നഷ്ടപ്പെട്ടത്. അതേപോലെ കോപ്പർ, മാഗ്നീഷ്യം ഒക്കെ എന്ത് ചെയ്യുന്നു? ഇതേപോലെ അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, എന്താണ്? ചെമ്പ്, മാഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷ വായുവുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇതിന്റെ ലോഹദ്യുതി നഷ്ടമാകുന്നു. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, മെറ്റൽസ് വായുവുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. നോക്കാം, ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ വായുവിലെ വിവിധ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഇതിന്റെ ഫലമായി ലോഹപ്രതലത്തിൽ തിളക്കം നഷ്ടപ്പെടുന്നു. ഇനി പറഞ്ഞൂടെ എന്താണ്? When metals come into contact with atmosphere or atmospheric air, they undergo chemical reaction with different components of air. As a result, the metallic luster loses and it gets tarnished. മങ്ങുന്നു. കൃത്യമായിട്ട് പറഞ്ഞു പോയിക്കൂടെ നമുക്ക്? ഇനി അടുത്ത ആൾ, റിയാക്ഷൻസ് ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ. ജലവുമായിട്ട് എങ്ങനെയാണ് ഈ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ പറയട്ടോ, റിയാക്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. Take 2 beakers and fill 3/4 of them with water. Put a small piece of sodium. അതേപോലെ എന്താണ്? 2 ബീക്കറുകൾ എടുക്കുക. 2 ബീക്കറുകളിലും 1/4 ഭാഗം വീതം ജലം എടുക്കുക. ആ 2ലേക്ക് എന്ത് ചെയ്യുക? 1-2 കാര്യങ്ങൾ ഇടുന്നുണ്ട്. എന്താ? യെസ്, ആദ്യത്തേതിൽ ഒരു ചെറിയ കഷ്ണം സോഡിയം ലോഹം, രണ്ടാമത്തേതിൽ എന്ത് ചെയ്യുക? കോപ്പർ ഇടാം. ഓക്കെ, എന്താണ് ഇടുന്നത്? ഒന്ന്, ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എണ്ണ ഇടുന്നു. എണ്ണ ഇടുന്നു. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? സിയു ഇടുന്നു. കോപ്പർ അല്ല ഇടുന്നത്. ഓക്കെ, അപ്പൊ ഈ ജലത്തിലോട്ട് ഇടുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കോ? അവിടെ പറയേണ്ട കാര്യം, സോഡിയം വിൽ ഹൈലി റിയാക്ട് വിത്ത് വാട്ടർ. എന്താണ്? സോഡിയം ഹൈലി റിയാക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. അപ്പൊ നോക്കാം, നമ്മൾ ഒരു ബീക്കറിൽ എന്ത് ചെയ്യാണ്? ജലം എടുത്തിട്ട് അതിലേക്ക് ഒരു പീസ് ഓഫ് സോഡിയം ഇടുകയാണെങ്കിൽ അല്ലെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പൊട്ടിത്തെറിക്കാണ്, കത്തുന്നു. എന്താ കാരണം? ഇറ്റ് ഈസ് ഹൈലി റിയാക്റ്റീവ് വിത്ത് വാട്ടർ. എന്താ? തണുത്ത ജലവുമായിട്ട് പോലും കണ്ടോ? അടിപൊളി. എന്താണ്? പൊട്ടിത്തെറിക്കുന്നു. ആരാള്? സോഡിയം അല്ലേ? കോപ്പർ വല്ല മാറ്റം ഉണ്ടോ? കോപ്പർ അങ്ങനെ ഇട്ടാൽ ഒരു മാറ്റമില്ലാതെ എന്ത് ചെയ്യുന്നു? അങ്ങനെ നിൽക്കും. ഓക്കെ, വടി പോലെ എന്ത് ചെയ്യും? കോപ്പർ നിൽക്കും. എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ബ്ലാസ്റ്റാ സംഭവിക്കുന്നത് അല്ലെ? എന്താണ്? ബ്ലാസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് the sodium is highly reactive എന്ന് പറഞ്ഞാൽ എന്താണ്? It will react with water. എന്താണ്? വെള്ളവുമായിട്ട് ജലവുമായിട്ട് എന്ത് ചെയ്യുന്നു? ഹൈ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലെ? നമുക്ക് സംഭവം കൃത്യമായിട്ട് പറയാം. ഇട്ട നേരത്തെ എന്ത് ചെയ്യുന്നു? ആ പ്ലേസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യുന്നു? അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നു വിത്ത് വാട്ടർ അല്ലേ? സിമ്പിൾ ആണ് നമുക്ക് പറയാം. അപ്പോ സോഡിയം എന്താണ്? പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? യെസ്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു നമുക്ക് പറയാൻ സാധിക്കും. നിസ്സംശയം പറയാൻ സാധിക്കും. നോക്കാം, അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് certain metal react with water to form hydrogen gas. ഇവിടെ ഉണ്ടാകുന്ന ആളാരാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, ഇവിടെ നോക്കുക,
write down the chemical equation for the reaction between sodium and water. Sodium Na ആണ് നമുക്കറിയാം, water H2 ആണെന്ന് പറയാം. നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇവിടെ ലഭിക്കുന്ന ആൾ ആരാണ്? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡും കൂട്ടത്തിൽ H2 ഒരു H2 വന്നു. ഓക്കെ, അപ്പൊ ഓർത്തേക്ക, സോഡിയം ജലവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോഡിയം ഹൈഡ്രോക്സൈഡും വാട്ടർ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ഓക്കെ, സോഡിയം വാട്ടർ, സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാവുന്നു. മെറ്റൽ ലൈക്ക് പൊട്ടാഷ്യം ആൻഡ് കാൽഷ്യം ആൾസോ റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ. എന്താണ്? പൊട്ടാഷ്യം K, കാൽഷ്യം Ca എന്നിവ എന്ത് ചെയ്യുന്നു? തണുത്ത ജലവുമായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. അതായത് ഇപ്പൊ ചൂടുവെള്ളമാണെങ്കിൽ ഓക്കെ, സെറ്റാണ് മക്കളെ, അടിപൊളിയാണ് പറയാം. പക്ഷെ ഇവിടെ എന്താണ്? തണുത്ത ജലവുമായിട്ട് പോലും എന്ത് ചെയ്യുന്നു? ഹൈലി റിയാക്റ്റീവ് ആണ്. ആര്? നമ്മളിപ്പോ പറഞ്ഞ പൊട്ടാഷ്യവും കാൽഷ്യവും ഒക്കെ. നോക്കാം, അവിടെ ചെറിയൊരു കുഞ്ഞു ചോദ്യം. വിച്ച് ഓഫ് ദിസ് മെറ്റൽ റിയാക്റ്റഡ് വിത്ത് വാട്ടർ? ജലവുമായി പ്രവർത്തിച്ച ലോഹം ഏതാണ്? ഓക്കെ, എന്താണ്? നേരത്തെ പറഞ്ഞു Na ആണ്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ. നമുക്ക് എഴുതാ എന്ത്? യെസ്, Na, സോഡിയം, Na plus H2O gives sodium hydroxide അല്ലെങ്കിൽ NaOH plus H2 gas, hydrogen gas. Okay, which gas was formed during the reaction? Hydrogen. എന്താണ്? പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏത്? ഹൈഡ്രജൻ ആണ്. അപ്പൊ മക്കളെ, നമ്മൾ രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടി സെറ്റ് ആക്കിയടാ. എന്താണ്? റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ, റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് എയർ. ലോഹങ്ങൾ വായുവുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു, ലോഹങ്ങൾ ജലവുമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സെറ്റ് ആണല്ലോ അല്ലേ? ഒരാൾ ഓർത്തേക്ക, സോഡിയം പിടിച്ച കിട്ടാത്ത ആളാണ്, അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കും. ഓക്കെ, അവൻ ആളൊരു എന്താണ്? ജഗജില്ലാടിയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്താണ്? ജഗജില്ലാടിയാണ്. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മൾ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ബാക്കിയുള്ള കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ശരപറയായിട്ട് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. So see you then. Bye bye.